ചില ആളുകൾ നിർമ്മിച്ചുണ്ടാക്കിയതാണ്. ദിക്റിനൊന്നും ആവശ്യമൊന്നുമില്ല. 5 നേരം നിസ്കരിക്കലും റമളാൻ നോമ്പ് പിടിക്കലും മാത്രം മതി, പിന്നെന്തിനാ ദിക്ർ? ചിലർ പറയും. വാസ്തവത്തിൽ അവരുടെ ബുദ്ധിശൂന്യതയാണ്. അങ്ങനെയാണെങ്കിൽ വദ്കുറുല്ലാഹ കസീർ എന്ന് പറയേണ്ട എന്ത് കാര്യം? ഈ വദ്കുറുല്ലാഹ എന്ന് പറഞ്ഞ ദിക്ർ കൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിച്ച നിസ്കാരമാണെങ്കിൽ കസീർ എന്ന് പറയാൻ പറ്റൂലല്ലോ. 5 വക്ത് ഇവിടെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥമൊക്കെ എന്താ? 5 വക്തല്ല, നിങ്ങൾ 500 വക്ത് നിസ്കരിക്കുന്ന അർത്ഥം പറയാൻ പറ്റുമോ കസീർ എന്ന് പറഞ്ഞതിന്റെ പേരില്? പറ്റുമോ? പറ്റൂല. 5 തന്നെ പറ്റുള്ളൂ. നോമ്പാണെന്ന് വെക്ക്, എങ്കിൽ റമളാൻ 30 നിർബന്ധം, അത് 300 ദിവസം പിടിക്കാൻ പറ്റുള്ളൂ? അതും പറ്റൂല. അപ്പൊ നോമ്പല്ലല്ലോ അത്. ഫർള് നിസ്കാരങ്ങളും അല്ല, ഫർളായ നോമ്പുകളും അല്ല, ഒന്നുമല്ല. പിന്നെന്താ വദ്കുറുല്ലാഹ കസീർ എന്ന് പറയാൻ കാരണം? ഫർളല്ലാത്ത മറ്റെന്തോ ആണത്. അത് സമ്മതിക്കാതെ നിർവാഹമില്ലല്ലോ. ഫർളല്ല എന്തായാലും, അത് കസീർ നിശ്ചയിച്ച പരിധിയിൽ വിട്ട് വർദ്ധിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല, പാടില്ല, ഹറാമാണ്. 2 റക്അത്ത് നിസ്കാരം പോരാ സുബഹിക്ക്, അതൊരു 4 ആക്കാൻ വിചാരിക്കാൻ പറ്റും. വദ്കുറുല്ലാഹ കസീർ എന്ന് പറഞ്ഞിട്ട് പറ്റൂല, 2 തന്നെ പറ്റൂ. അപ്പോൾ നാം എന്താ മനസ്സിലാക്കേണ്ടത്? ആ ഫർളല്ലാത്ത സുന്നത്തുകളാണ് പറഞ്ഞത്. ആ ദിക്റുകൾ നിങ്ങൾ മനസ്സിലാക്കണം. ഖുർആൻ പറയുന്നു, മനുഷ്യൻ മാത്രമല്ല, ലോകത്തുള്ള സകല വസ്തുക്കളും അല്ലാഹുക്ക് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ആകാശത്തിലും ഭൂമിയിലുമുള്ള സകല വസ്തുക്കളും അല്ലാഹു തആലക്ക് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാമ ഇമാം യാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, തുസബ്ബിഹുൽ ഹൈതാനു ഫിൽ മാ വഫിൽ ഫലാ വഹുശു വതൈറുൻ ഫിൽ ഹവാഇ മുസഖറൂ. സബ്ബിഹുൽ ഹൈതാനു ഫിൽ മാ, സമുദ്രത്തിലുള്ള സകല മത്സ്യങ്ങളും അല്ലാഹു തആല തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. വഫിൽ ഫലാ തുസബ്ബിഹുൽ ഹൈതാനു ഫിമാ വഫിൽ ഫലാ വഹുശു വതൈറുൻ ഫിൽ ഹവാഇ മുസഖറൂ. വന്യമൃഗങ്ങളും അന്തരീക്ഷത്തിൽ പാറി നടക്കുന്ന പറവുകളും അല്ലാഹു തആലക്ക് സകലപ്പോഴും തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. വഫിൽ ഫലകിൽ അംലാകു കുല്ലും മുസബ്ബിഹു നഹറൻ വലൈലൻ ദാഇമൻ ലൈസ യഫ്തുറൂ. വാൻലോകത്തുള്ള സകല മലായികത്തും അല്ലാഹു തആലക്ക് പ്രഭാതത്തിലും പ്രദോഷത്തിലും എന്നല്ല, രാവിലും പകലിലും മുഴുവനും യാതൊരു തളർച്ചയും ക്ഷീണവും കൂടാതെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം യാഫി തങ്ങൾ പറയുമ്പോ ഖുർആൻ തന്നെ പറയുന്നു, സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ലോകത്തുള്ള സകല വസ്തുക്കളും തസ്ബീഹ് ഇല്ല. എല്ലാ മണൽത്തരികളും തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. എല്ലാ പാറകളും കുന്നുകളും മലകളും മാമലകളും കാടുകളും മേടുകളും തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. സകല ജീവജാലങ്ങളും തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. മൈക്രോസ്കോപ്പിലൂടെ മാത്രം ദർശിക്കാൻ കഴിയുന്ന ബാക്ടീരിയകൾ അടക്കം അല്ലാഹുക്ക് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യ, നിനക്ക് ദിക്ർ ചൊല്ലിയാൽ എന്താ? നീ അപ്പോ ആ മൃഗത്തിനേക്കാൾ അതപ്പതിച്ചെന്നോ? കല്ലുകളും മുള്ളുകളും ചെടികളും സസ്യങ്ങളും സകല വസ്തുക്കളും അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലുന്നുവെങ്കിൽ, ദിക്ർ ഹൽഖ നടത്തുന്നുവെങ്കിൽ, സകല ജീവജാലങ്ങളും ദിക്ർ ഹൽഖ നടത്തുന്നുവെങ്കിൽ, തവളയൊക്കെ തസ്ബീഹ് ചൊല്ലു. തവള കരയണില്ലേ? തവള കരയുന്ന തസ്ബീഹാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാക്കാച്ചി തവലയുടെ ആ മേക്കോ മേക്കോ ഒച്ചയുടെ അർത്ഥമെന്ന് നബിയുനാ റസൂലുള്ളാഹി പറയുന്നു. സുബ്ഹാനല്ലാഹ് എന്നാ മാക്കാച്ചി തവള പറയണത്. കണ്ടോ? അപ്പൊ അങ്ങനെ എല്ലാ തവളകളും ജീവജാലങ്ങളും ലോകത്തുള്ള സകല മലത്തരികളും സകല കുന്നുകളും കാടുകളും മേടുകളും മലകളും എല്ലാം തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ മനുഷ്യ, നിനക്ക് എന്തുകൊണ്ട് ദിക്ർ ചൊല്ലിക്കൂടാ? അപ്പൊ നീ മൃഗത്തിനേക്കാൾ അതപ്പതിച്ചില്ലേ? മൃഗത്തിന്റെ ബോധം പോലും നിനക്കുണ്ടോ? മൃഗത്തിന് ചിന്ത പോലും നിനക്ക് വന്നെത്തിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ നീ ആരെയും നീ ചിന്തിക്കണം. നിന്നോട് അല്ലാഹു പറയുന്നു, ആ ജീവജാലങ്ങളോട്, ആ മൃഗങ്ങളോട് ഒരു പ്രവാചകനെ വിട്ട് അല്ലാഹു പറയിപ്പിച്ചിട്ടില്ല.
സിംഹക്കൂട്ടത്തിലേക്ക് സിംഹത്തിന്റെ പ്രവാചകം വന്നില്ല. കാട്ടിലേക്കൊരു ആനയെ പ്രവാചകനാക്കി അയച്ചില്ല. പക്ഷിക്കൂട്ടത്തിലേക്ക് ഗരുഡനെ പ്രവാചകനായി അയച്ചില്ല. ഉറുമ്പിലേക്കൊരു ഉറുമ്പിനെ പ്രവാചകനാക്കി അയച്ചില്ല. കടന്നെല്ലിന്റെ കൂട്ടത്തിലേക്ക് ഒരു കടന്നെല്ലിനെ പ്രവാചകനായി അയച്ചില്ല. ആരും നിർദ്ദേശിക്കാനോ ഉപദേശിക്കാനോ ഇല്ല. ഒരൊറ്റ ജീവജാലങ്ങൾക്കും ഒരു മദ്രസ പോലും എവിടെയും കാണാൻ കിട്ടൂല. അലിഫെന്ന് പഠിപ്പിക്കാൻ ഒറ്റ അധ്യാപകരെയും വാല്യവരെയും ഒരു ജീവിക്കും കാണാൻ കിട്ടൂല. ഇന്ന് മനുഷ്യന്റെ അവസ്ഥ അതാണോ? തൊട്ടുമുന്നിൽ തന്റെ പാദത്തിന് താഴെ, തന്റെ മൂക്കിന് താഴെ അലിഫ് മുതൽ ഈ ലോകത്ത് എത്രമാത്രം പാണ്ഡിത്യം കൈവരിക്കാൻ കഴിയുമോ അത് മുഴുവനും ഇവിടെ നിൽക്കുന്ന കാലയളവിൽ മുഴുവനും പഠിക്കാൻ മാത്രം പര്യാപ്തമായ ജാമിഅ അസീസിയയും അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങൾ നിലവിലുള്ളപ്പോ അതൊക്കെ എന്നിട്ടും അത് നീ പഠിക്കാൻ തയ്യാറാവാതെ, അല്ലെങ്കിൽ പഠിച്ചത് അറിഞ്ഞിട്ടും നീ ദിക്റിന് തയ്യാറാവാതെ വരുമ്പോൾ നീ ആര്? നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇവിടുത്തെ തവളനെയും ഇവിടുത്തെ എട്ടുകാലിയെയും നിന്റെ വീട്ടിലെ പല്ലിനെയും പാറ്റിനെയും നീ ഓടിച്ചു കളയുന്ന പാറ്റിനെയും നിന്നെ കുത്തുമ്പോ നീ അടിച്ചുകൊള്ളുന്ന കൊതുകിനെ അടക്കം നീ ചിന്തിച്ചു നോക്ക്. നിന്നെക്കാൾ എത്ര പ്രധാനപ്പെട്ട വസ്തുവാണ് കൊതു. കാരണം അതിനൊരു പ്രവാചകൻ വന്നിട്ട് പാട്ട് പാടിയിട്ട് നീ ദിക്റില്ലെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അത് സ്വന്തം പാട്ട് പാടുക, അത് ദിക്റാണ് അതിന്റെ കാര്യം. നമ്മളെ കുത്തനുണ്ടെങ്കിലും പാട്ട് പാടും, ദിക്റ് ചൊല്ലിയാ കുത്താൻ വരണ്ടേ കൊതു. അതാണ് ദിക്റും ചൊല്ലിയാണ് കുത്തണത്. അതെന്താ? അത് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാം. കാരണം അതിന് എന്റെ ഭക്ഷണമായ രക്തത്തിന്റെ മണം അത് കേട്ടപ്പോ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് അത് കുത്തിയെടുക്കുക. അതിനറിഞ്ഞൂടെ കുത്താൻ പാടില്ല എന്ന് അറിഞ്ഞൂടല്ലോ. നമുക്ക് വേദനയാകുന്ന അതിനറിഞ്ഞൂടല്ലോ. അപ്പൊ അതിന്റെ ഭക്ഷണം കിട്ടുന്നു എന്ന് പോകുമ്പോ അറിയുമ്പോ തന്നെ അൽഹംദുലില്ലാഹ്. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് അൽഹംദുലില്ലാഹ് പറയുമ്പോ കൊതു ഭക്ഷണം കിട്ടുന്നതിന് മുമ്പ് അൽഹംദുലില്ലാഹ് പറയുന്നുണ്ടോ? അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ട് അത് കേൾക്കുക. അപ്പൊ നമ്മളും കൊതുവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. എത്ര ഈസി ആയിട്ട് നമ്മൾ കൊതുവിനെ അടിച്ചു കൊല്ലണം അല്ലേ? അപ്പൊ ഒരു കൊതുവിന്റെ ഒരു ബുദ്ധി പോലും നമുക്കില്ല. ഒരു എറുമ്പിന്റെ ബുദ്ധി പോലും നമുക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ മനുഷ്യനെ പറ്റി പറഞ്ഞു, അതാ മനുഷ്യൻ നീ ആരായിപ്പോയി? നീ ലോകത്തുള്ള സകല വസ്തുക്കളുടെ കൂട്ടത്തിലും ഏറ്റവും താഴ്ന്നവനായി മാറിയില്ലേ നീ? എന്താ കാരണം? വത്തീനി വസ്സൈത്തൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം ثم رددناه أسفل سافلين. വത്തീനി അത്തിയാണ് സത്യം, വസൈത്തൂൻ ഒലീവിനെ തന്നെയാണ് സത്യം, വഹാദൽ ബലദിൽ അമീൻ ഈ നിർഭയ കേന്ദ്രമായ മക്ക പട്ടണത്തെ തന്നെയാണ് സത്യം, വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം നല്ല വിശേഷണങ്ങളോട് കൂടെയാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചത്. അല്ലാഹു പറയാ നല്ല രൂപത്തിലാണ്. നിന്റെ മുഖം ഫിറ്റ് ചെയ്തത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ എന്തായിരിക്കും ഹാല്? അങ്ങോട്ട് ആ മുഖം തിരിച്ചു വെച്ചായിരുന്നെങ്കിൽ ഒരു ജലദോഷം വന്ന ആ മൂക്ക് ചീറ്റണം, അങ്ങനെ പിന്നൂക്കടെ ചീറ്റണ്ടേ? അഹ്സനി തഖ്വീം നല്ല രൂപത്തിലാണ് നിന്റെ രൂപസാദൃശ്യം. നിന്റെ കൈകള്, ഈ കൈകൾക്ക് ഇവിടെ ഒരു ഏപ്പ്, മുട്ടിന് ഒരു ഏപ്പോ ഒരു നെട്ടും പോട്ടും ഇട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? മടക്കാൻ പറ്റുമോ? ഇല്ല, സ്റ്റഡി തന്നെ ഇങ്ങനെ പറ്റുള്ളൂ. അള്ള പറഞ്ഞാണത് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. തമാശക്ക് പറയുന്നല്ലത് ഞാൻ. ഇതങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരാകുമായിരുന്നു? ചിന്തിക്കാനാ. കാല് മടങ്ങൂലെങ്കിൽ ബസ്സിൽ കയറിയ സംഗതി ഭയങ്കര കുഴങ്ങി, കാലിന് മുട്ടില്ലെങ്കിൽ എങ്ങനെ ഇരിക്കും ബസ്സിൽ? ഇരുന്ന അപ്പൊ കാലിട്ടും നീണ്ടു പോലെ. അപ്പൊ ഓരോരുത്തർ കാലിന്റെ അളവ് കണ്ട് ഡിസ്റ്റൻസ് ഇടേണ്ട അടുത്ത സീറ്റിൽ, അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കും? അതാണ് അള്ള പറഞ്ഞത്. ചിന്തിച്ചിട്ട് ആരെങ്കിലും കാലുമുട്ട് വേദന, മറ്റേയാളെ കാണും, എല്ല് ഡോക്ടറെ കാണണം എന്നൊക്കെ പറഞ്ഞ് പോക്കില്ലേ? ഈ മുട്ട ആരാടാ ഉണ്ടാക്കിയത്? ഇതാരാ നിനക്ക് ഫിറ്റ് ചെയ്ത് തന്നത്? ലഖദ് ഖലഖൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. നീ ചിന്തിക്കാത്തല്ലേ നിന്റെ കുഴപ്പം? അതാണ് ചിന്തിക്കാത്ത ആളെ സംബന്ധിച്ച് ബഹുമാനവിടെ ശുജാഇ മുഈദ് മുസ്ലിയാർ സഫറിയിൽ പറഞ്ഞത്. അകക്കൺ തുറന്നാകെ നോക്കൊന്നു മോട ഉത്സാരമോർത്താൽ ഉറങ്ങാമോ കേട മുഖക്കണ്ണടക്കുൾ തുറക്കട്ടെ മാട മൂടിയിട്ട പൊഞ്ചപ്പില് മുത്തുണ്ട് കാട
പൊട്ടാനി മുന്തുള്ളി പിഞ്ചോരക്കട്ട പിന്നിന്ന് കാട്ടം ചുമന്നോരു കൊട്ട പെട്ടാലോ ചത്തേ ജഗമല്ലോ പൊട്ട പറ നിന്നുടൽക്ക് ബഹുമാനം പൊട്ട എന്നാ ഇവർ പറയുന്നത്. അകക്കൺ തുറന്നാകെ നോക്കുന്നു മോടാ, നിന്റെ അകത്തുള്ള കണ്ണുകൊണ്ട് തുറന്നു നോക്കണം, പുറത്തുള്ള കണ്ണല്ല വേണ്ടത്, അകക്കണ്ണുകൊണ്ട്. അകക്കൺ തുറന്നൊന്നു നോക്കുന്നു മോട്, ഉത്സാരമൂർത്താൽ ഉറങ്ങാമോ കേട. നീ യാഥാർത്ഥ്യത്തെ കുറിച്ച് മനസ്സിലാക്കിയാൽ നിനക്ക് ഉറങ്ങാൻ പറ്റുമോ? കേടാ, നശിച്ചവനെ. ശുചായി വിളിക്കുക, നശിച്ചവനെ. മുഖക്കണ്ണടക്കുൾ തുറക്കട്ടെ മാട, നിന്റെ മുഖത്തുള്ള കണ്ണടച്ചുകൊണ്ട് അകക്കണ്ണ് തുറക്കട്ടെ. മാട എന്ന് പറഞ്ഞാല് മാടേന്ന്, ബോധമില്ലാത്ത പോത്തേന്ന് പച്ച മലയാളത്തിലാണ് പറഞ്ഞാൽ. മുഖത്തുള്ള കണ്ണടച്ചിട്ട് പോത്തെ, നിന്റെ അകത്തുള്ള കണ്ണ് തുറക്കടാ. മുഖക്കണ്ണടക്കുൾ തുറക്കട്ടെ മാട, മൂടിയിട്ട പൊൻചപ്പില് മുത്തുണ്ട് കാട. മൂടിക്കിടക്കുന്ന പൊന്നിന്റെ ചെപ്പിൽ നിനക്ക് മുത്തുണ്ട് കാട. ബോധമില്ലാത്ത ഹംകേ, നീ ചിന്തിച്ചു നോക്ക്, നീ എന്തായിരുന്നു? പൊട്ടാനി മുന്തുള്ളി പിഞ്ചോരക്കട്ട. പൊട്ട, നീ മുമ്പ് ആരായിരുന്നു? ഒരു തുള്ളി വെള്ളത്തിൽ നീ ഉണ്ടായത്. മുൻതുള്ളി പിൻ ചോരക്കട്ട, പിന്നെ നീ രക്തപിണ്ഡമായി മാറി നിന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ. പിന്നിന്ന് കാട്ടം ചുമന്നോരു കൊട്ട. ഇന്നാവട്ടെ കാഷ്ടം ചുമന്ന കൊട്ടയാണ്. വല്ല ഗമയില് തലക്കെട്ടും കെട്ടിയൊക്കെ ഇരിക്കണില്ലേ? വയറ്റില് മുഴുവനും മറ്റവനാ. അതിന്റെ ബലം കൊണ്ടാണ് ഇപ്പൊ ഇരിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ. ഒരു 2-4 വട്ടം ശരിക്കൊന്ന് വയറ്റിന്ന് അങ്ങോട്ട് പോയാൽ ഉടനെ ഗ്ലൂക്കോസ് കയറ്റാണ്ട് കണ്ണു തുറക്കൂല. അപ്പൊ എന്തിന്റെ ബല? മലത്തിന്റെ ബലത്തുമ്പലാണ് ഈ ഇരിപ്പ്, മലത്തിന്റെ ബലത്തുമ്പലാണ് ഈ അഹങ്കാരം. ബഹുമാനപ്പെട്ട മഹാനായ അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു തആല അൻഹു തങ്ങള് അവിടുത്തെ സഹാബ അനുയായികളും ഒരു യാത്ര പുറപ്പെടുന്നു. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ കീമിയാഉ സആദിയിൽ രേഖപ്പെടുത്തുകയാണ്. ഒരു യാത്ര പോകുമ്പോൾ ശിഷ്യന്മാരും ഉസ്താദും കൂടെ നടന്നു പോവുക. അപ്പണ്ട് ജനങ്ങളൊക്കെ മുമ്പൊക്കെ കാഷ്ടിക്കുന്നൊക്കെ പറമ്പിലാണ്, ഇപ്പൊ അങ്ങനല്ല, വീടിനകത്താണ്. മുമ്പ് പുറത്താണ്. അപ്പൊ അതുകൊണ്ട് വെളിക്കിരിക്കുക, പുറത്തു പോകുക എന്നൊക്കെയാണ് പണ്ടത്തെ പ്രയോഗം. ഇപ്പൊ അതല്ല, അകത്തിരിക്കുക എന്നുള്ള പ്രയോഗമാക്കി മാറി. മുമ്പ് വെളിക്കിരിക്കാതെ പോണ ആൾ ഇപ്പൊ ഞാൻ അകത്തിരിക്കാൻ പോയിട്ട് വരാന്ന് പറയും. അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ ആക്ഷേപിക്കുകയല്ല, അതൊക്കെ സൗകര്യമാണ് ഓരോ മനുഷ്യരുടെയും. അപ്പൊ ജനങ്ങൾ വെളിക്കിരിക്കുന്ന ഒരു സ്ഥലം, അപ്പൊ ജനങ്ങൾ സ്ഥിരം ഇങ്ങനെ വെളിക്കിരിക്കുന്ന ആ സ്ഥലത്ത് ഈ മലങ്ങൾ ധാരാളം, പഴയതും കുറച്ച് പുതിയതും വളരെ വെരി ഓൾഡും ഒക്കെ ഉണ്ടാവും. അന്നത്തെ ഫ്രഷും ഉണ്ടാവും. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ മണം ഒരുമിച്ച് വരുമ്പോൾ ഒരു ദുഷിച്ച മണാണത്. ഈ മണം ഒന്നിച്ച് ഈ കുട്ടികളുടെ മൂക്കിലേക്ക് വന്ന് അടിച്ചപ്പോ കുട്ടികൾ പറഞ്ഞു, ഓ എന്തൊരു നാറ്റം എന്ന് പറഞ്ഞിട്ട് ഓടിയൊക്കെ മൂക്കും പിടിച്ചിട്ട് ഓടിയ ഉസ്താദ് പറഞ്ഞ, മക്കളെ ഓടല്ലേ, ഒരു നിമിഷം. നിങ്ങള് ഈ മലം കണ്ടപ്പോ അതിന്റെ വാസന കേട്ടപ്പോ നിങ്ങൾ മൂക്ക് പിടിച്ച് ഓടിയില്ലേ? എന്നാൽ മലം അതിന്റെ സാങ്കല്പിക നാവുകൊണ്ട് അത് നിങ്ങളോട് ഒരു കാര്യം പറയുന്നുണ്ട്. മക്കളെ, നിങ്ങളെ കാണുമ്പോ ഞാനല്ല, നിങ്ങളല്ല എന്നെ കാണുമ്പോ ഓടേണ്ടത്. വാസ്തവത്തിൽ നിങ്ങളെ കാണുമ്പോ ഞാനാണ് ഓടേണ്ടത്. പക്ഷെ എനിക്ക് ഓടാൻ നിവൃത്തിയില്ല, അടുത്തുകൊണ്ട് ഓടാൻ പറ്റണില്ല. അത് മലം. എന്താ അപ്പൊ അതെന്താ? അപ്പോഴാ മലം പറയണത്, എടാ ഹംക്ക് ചെക്കന്മാരെ, ഞാൻ ഇന്നലെ ഒക്കെ ആരായിരുന്നു അറിയാമോ? ഇന്നലെ 1-ാം തരം കോഴിക്കോട് ഹലുവയായിരുന്നു ഞാൻ. ഇന്നലെ ഞാൻ 1-ാം തരം ജിലേബിയായിരുന്നു. ഇന്നലെ 1-ാം തരം കരിമീൻ പൊരിച്ചതായിരുന്നു. ഇന്നലെ 1-ാം തരം ചിക്കൻ ചില്ലിയായിരുന്നു. എടാ ദുഷ്ട, നിന്റെ വയറ്റിൽ ഒരു 12 മണിക്കൂർ താമസിച്ചു ഒരൊറ്റ കാരണത്താൽ ഞാൻ ഈ കോലത്തിലായെങ്കിൽ നിന്നെ കാണുമ്പോ ഞാനല്ലടാ ദുഷ്ട ഓടേണ്ടത്. അതാണ് പറഞ്ഞത്. ഒരു മലത്തിന്റെ വില പോലും നമുക്കില്ല. അതാ പൊട്ടാനി മുന്തുള്ളി പിൻചോരക്കട്ട, പിന്നിന്ന് കാട്ടം ചുമന്നോരു കൊട്ട, പെട്ടാലു ചത്തേ ചകമല്ലോ പൊട്ട, പറ നിന്നുടൽക്ക് ബഹുമാനം പൊട്ട. പെട്ടാലോ, അസാലിന്റെ ഓർഡർ കിട്ടിയാൽ ചത്ത ചകമല്ല പൊട്ട, നീ ചത്തുപോയില്ലേ?
നീ മരിച്ചുപോയി നിന്റെ ശരീരം കൊണ്ട് എന്തിന് പറ്റൂടെ? അതല്ല ഗുണംകുടി മസ്താൻ ഒരിക്കൽ പറഞ്ഞു.